ആദർശ ദൃഢതയുള്ളവരാകണം. ഊഹാപോഹങ്ങൾ കൊണ്ട് പലരും നടക്കുന്നുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം ഇതാ പിളരാൻ പോവുകയാണ്, അബ്ദുറഹ്മാൻ സലഫി വേറെയാണ്, സക്കരിയ സലാഹി വേറെയാണ് എന്നും പറഞ്ഞ് സക്കരിയ സലാഹി ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നയാളാണെന്ന് പച്ചക്കള്ളം സക്കരിയ സലാഹിയുടെ പേരിൽ പറഞ്ഞ്, അതുപോലെ തന്നെ ഒട്ടേറെ കളവുകൾ പണ്ഡിതന്മാരുടെ പേരിൽ പറഞ്ഞ് തമ്മിൽ തല്ലിച്ച് രണ്ടാക്കാൻ നോക്കുന്ന കുബുദ്ധികളെ, മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന ആ വഴിയിലേക്ക് നീങ്ങില്ല. കേരള ജംഇയ്യത്തുൽ ഉലമ അതിനുറച്ച തീരുമാനങ്ങൾ അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒപ്പിട്ട പണ്ഡിതന്മാരുണ്ട്. അവർക്കാർക്കും ഒരു തർക്കവുമില്ലാതെ വെറുതെ അവരുടെ പേരിൽ നിങ്ങൾ ഓരോന്ന് വിളിച്ചു പറയണ്ട. അടിച്ച് ചികിത്സിക്കണമെന്നാ പറയുന്നത്, അടിക്കണമെന്ന് ആ രൂപത്തിൽ ആരാണത് പറയുന്നത്? ആർക്കും ആ വാദം കേരള ജംഇയ്യത്തുൽ ഉലമയിലില്ല. പുസ്തകം നിങ്ങൾക്ക് ലഭ്യമാണ്. ഈ രൂപത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ജീവൻ പോയ പല സംഘടനകൾക്കും ഒരിത്തിരി ജീവൻ കിട്ടാനുള്ള ശ്രമമുണ്ടെങ്കിൽ അത് നടക്കൂല. പ്രവർത്തകന്മാര് വളരെ ഉത്സാഹത്തോടുകൂടി വളരെ ആത്മാർത്ഥതയോടുകൂടി പടച്ച റബ്ബിന്റെ ഗ്രന്ഥം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അതേ സ്ഥിരപ്പെട്ട ഒരു ഹദീസുകളെയും നിഷേധിക്കാതെ ബുഖാരി എന്ന് അറബി ഭാഷയിൽ പറയാൻ പോലും വിവരമില്ലാത്ത വിവരദോഷികളാണ് ബുഖാരിയിലെ ഹദീസുകളെ തള്ളിക്കളയുന്നതെങ്കിൽ അതേ ആദർശം കൊണ്ട് മുജാഹിദിന്റെ ചുണക്കുട്ടികൾ നിങ്ങളെ നേരിടുമെന്നേ പറയാനുള്ളൂ. അതേ ആവർത്തിച്ചോർമ്മപ്പെടുത്തുന്നു, ഇൽമാണ് ആയുധം, ഇൽമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആ അറിവ് നേടിക്കഴിഞ്ഞാൽ അതേ ഒരു പിശാചിനും നമ്മെ ഭിന്നിപ്പിക്കാനാവില്ല. അതുകൊണ്ട് ആദർശത്തിന് വലിയ വില കൽപ്പിച്ചുകൊണ്ട് പ്രമാണങ്ങൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഒന്നിച്ച് മുന്നോട്ട് പോയാൽ ഖബറിൽ സമാധാനമുണ്ട്, മഹ്ശറിൽ മോക്ഷമുണ്ട്, സ്വർഗത്തിൽ അത്യുന്നതമായ സ്ഥാനമുണ്ട്. ആ സ്ഥാനം കിട്ടണമെങ്കിൽ അതിനാണ് ഞാൻ നേരത്തെ പറയുന്നത്, ഇതുപോലെയുള്ള സംരംഭങ്ങൾ ഉപയോഗപ്പെടുത്തണം. അത് ഉപയോഗപ്പെടുത്തണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അതേ ഈ സംരംഭത്തിന് സഹായം ചെയ്ത ആളുകളുണ്ട്, ഇതിനുവേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിച്ച ആളുകളുണ്ട്. അവർക്കാർക്കും ഭൗതികമായ താല്പര്യങ്ങളില്ല. ഈ നാട്ടുകാർക്ക് സത്യത്തിന്റെ സന്ദേശം അവർക്ക് എത്തിച്ചു കൊടുക്കണം. അതിനാണല്ലോ ഒരു സെന്റർ പോലും സ്ഥാപിതമായി അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. നിങ്ങളത് മനസ്സിലാക്കണം. തെറ്റിദ്ധരിച്ച ആളുകൾ മാറി നിൽക്കാതെ മനസ്സിലാക്കണം, സത്യത്തെ കുറിച്ച് അന്വേഷിക്കണം, വാശി വഴിയണം. അതേ വാശിയും വൈരാഗ്യവും ഒക്കെ എവിടം വരെയാണ് പ്രിയമുള്ളവരെ? മരണത്തോടെ എല്ലാം അവസാനിക്കുന്നു. എവിടെയാണ് പിന്നെ വാശി, എവിടെയാണ് വൈരാഗ്യം? മറിച്ചതിന്റെ എല്ലാ തിക്തഫലങ്ങളും മരണം മുതൽ ആരംഭിക്കുന്നു. അതുകൊണ്ട് സ്നേഹത്തോടെ ഈ കാര്യങ്ങൾ നിങ്ങൾ അടുത്തു വരൂ, പരിചയപ്പെടൂ. മുസ്ലിയാക്കന്മാര് കേൾക്കരുതെന്ന് പറയുന്നത് അവർക്ക് ചില കോട്ടങ്ങൾ ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് കോട്ടമില്ലല്ലോ. നിങ്ങൾക്ക് നേട്ടമല്ലാതെ നിങ്ങൾക്ക് കിട്ടാനുള്ളത് സ്വർഗമാണ്, നിങ്ങൾക്ക് കിട്ടാനുള്ളത് പരലോക നേട്ടമാണ്. അതിലേക്ക് വരണം.